ചെസ് ബോർഡ് ഉണ്ടാക്കി അപ്രതീക്ഷിതമായി റെക്കോർഡ് ഉടമയായ രവി മാഷിന്റെ കഥയിലേക്കാണ്. നിലമ്പൂരിലാണ് ഈ ഒരു കൂറ്റൻ ചെസ് ബോർഡ്. മരം കൊണ്ടുണ്ടാക്കിയ ഏറ്റവും വലിയ ചെസ് ബോർഡ് എന്ന ഖ്യാതിയുമായി ലിങ്ക് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ വരെ ഇടം നേടിയിട്ടുണ്ട് MR രവിയുടെ ഈ കൂറ്റൻ ചെസ് ബോർഡ്. ശരിക്കും ഞാൻ പറഞ്ഞാൽ ഇത് ചെസ് ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയല്ല. ഞാൻ എൻ്റെ ഒരു പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു പേന കൊണ്ട് വരയ്ക്കുന്ന ഒരു ഡ്രോയിങ് ഉണ്ടായിരുന്നു, ഡ്രോയിങ് സീരീസ്. അതിലേക്ക് ചതുരംഗത്തിന് പിന്നിൽ എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ട്. അതിന് വേണ്ടിയിട്ട് മോഡലുണ്ടാക്കിയ സാധനം ഇത്. അപ്പോൾ ശരിക്കും എനിക്ക് ആ പടത്തിന് വേണ്ടി ഉണ്ടാക്കിയ, അല്ലാതെ ഇത് റെക്കോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ ചെസ് ബോർഡിൻ്റെ ഇതിലോ. ചെസ് ഭയങ്കര താല്പര്യമാണ്. ഇത് പ്ലാവാണെങ്കിൽ പ്ലാവിൻ്റെ ഒരു മരത്തിൽ നിന്ന് ഉണ്ടാക്കിയേക്കണം, അല്ലെങ്കിൽ നിറവ്യത്യാസം വരും. പ്ലാവാന്ന് പറഞ്ഞല്ല, പല പ്ലാവാകുമ്പോൾ നമുക്ക് കിട്ടില്ല. അതേപോലെ തന്നെ അത് വാകയാണ്, കരിവാക, അതും ഒരു തടിയാണ്, ഒരു മരത്തിൽ നിന്ന് ഉണ്ടാക്കിയാണ്. പിന്നെ ഈട്ടിയും തേക്കാണ് വൈറ്റിന് ഇട്ടേക്കണത്. അരുൺ അമൃതനാഥ് ചേരുന്നുണ്ട് തത്സമയം. അരുൺ, എന്തായാലും വലിയൊരു പ്രയത്നത്തിന്റെ ബലം ഒരു കൂറ്റൻ ചെസ് ബോർഡ് തന്നെയല്ലേ? എന്തൊക്കെ വിശേഷങ്ങളാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്? തേക്കിൻ്റെ നാടായ നിലമ്പൂരിൽ നിന്ന് തേക്കും ഈട്ടിയും ഒക്കെ വെച്ചൊരു ചെസ് ബോർഡ് എന്ന് പറയുമ്പോൾ അതിൽ കാണുമ്പോൾ കൗതുകമുണ്ടെങ്കിൽ പോലും അതിന് അനർത്ഥമാക്കി എന്നുള്ളത് തന്നെയാണ്. ഡ്രോയിങ് ഇൻസ്ട്രക്ടറായിരുന്നു രവിമാഷ്. അപ്പോൾ രവിമാഷ് ഒരു ചെസ് ബോർഡ് എന്നൊന്നും അങ്ങനെ പ്ലാൻ ചെയ്തൊന്നും എത്തിയതല്ല, പക്ഷേ ഒരു കൗതുകം തോന്നി അങ്ങനെ ഉണ്ടാക്കുകയായിരുന്നു. 4 മീറ്റർ വീതവും 4 വീതിയും 4 മീറ്റർ നീളവുമാണ് ഈ ചെസ് ബോർഡിനുള്ളത്. ഈ കറുത്ത കരുകൾ കരുവാക കൊണ്ടും വെളുത്ത കരുക്കൾ ഈ പ്ലാവില കൊണ്ടുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ എല്ലാത്തിനും വ്യക്തമായ പ്ലാൻ ഉണ്ട്. കാണുമ്പോൾ തന്നെ നമുക്കൊരു കൗതുകമാണല്ലേ, ആ ചെസ് ബോർഡിലെത്തിയാൽ ഒന്നാ കരുക്കൾ നീക്കി നോക്കാൻ ആർക്കാലും തോന്നിപ്പോകുന്ന ഒരു കൗതുകം. പക്ഷേ ഹിമ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു പ്രയത്നമുണ്ട്. അത് കൃത്യമായ ഒരു ഡ്രോയിങ് എഞ്ചിനീയറുടെ ഒരു മികവും പാഠവും അതിലുണ്ട്. എന്നാലും ഇത്ര ഒരു കൗതുകമുള്ള കാഴ്ചയായി നിലമ്പൂരിലെ ഈ മരം കൊണ്ടുള്ള ഈ ചെസ് ബോർഡ് എന്ന് പറയുന്നത്. ഹിമ. ശരി, തീർച്ചയായിട്ടും. അപ്പം എന്തായാലും രവിമാഷിന്റെ കൂറ്റൻ ചെസ് ബോർഡ് എന്തായാലും അടിപൊളി. അമൃതാണ് ചെസ് ബോർഡിന്റെയും രവിമാഷിന്റെ ഒക്കെ വിശേഷങ്ങൾ പങ്കുവച്ചത്.